ഹരേ കൃഷ്ണ. കർമ്മത്തിൻ്റെയും ന്യായത്തിൻ്റെയും ദേവതയായ ശനിദേവ് മാർഗിയിൽ നിന്നും വക്രിയിലേക്ക് ജൂലൈ 13 മുതൽ നവംബർ 27 വരെ മകരം രാശിക്കാർക്ക് എന്തെല്ലാം ഫലങ്ങളായിരിക്കും കിട്ടുക? ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡായിട്ടുണ്ട്, ദയവായി കാണുക. വീഡിയോ അവസാനം നിങ്ങൾക്ക് ചെയ്യേണ്ട ഉപായങ്ങളും കൂടെ ഒരു വാസ്തു ടിപ്പും ഉണ്ടായിരിക്കും. ജന്മരാശി ചന്ദ്രരാശി ആധാരമാക്കിയിട്ടുള്ളതാണ് ഈ പ്രവചനം. രാശിചക്രത്തിൽ 10ാമത്തെ രാശിയാണ് മകരരാശി. നിങ്ങളുടെ രാശിയിൽ നിന്നും 3ാമത്തെ ഭാവത്തിലാണ് ശനി വക്രി ആയി ഗോചരം ചെയ്തിരിക്കുന്നത്. ഈ വക്രി എന്നാൽ എന്താണെന്നല്ലേ? സൂര്യനെ ചുറ്റും എല്ലാ ഗ്രഹങ്ങളും 360 ഡിഗ്രിയിൽ പ്രദക്ഷിണം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഈ സാമാന്യമായ ഗോചരത്തെ മാർഗി എന്നാണ് അറിയപ്പെടുന്നത്. ഈ പരിക്രമത്തിനിടയിൽ ചില ഗ്രഹങ്ങൾ സ്ലോ ആയി പോകുന്നു. അതിനെയാണ് വക്രി എന്നറിയപ്പെടുന്നത്. സൂര്യനും ചന്ദ്രനും ഒരിക്കലും വക്രിയിൽ വരാറില്ല. പക്ഷേ രാഹുവും കേതുവും എപ്പോഴും വക്രിയിലായിരിക്കും ഗോചരം. അന്യഗ്രഹങ്ങൾ മാർഗിയിലും വക്രിയിലുമായിട്ട് ഗോചരം ചെയ്യും. ശനിഗ്രഹം വക്രി അവസ്ഥയിൽ വരുന്നത് മുടങ്ങിക്കിടക്കുന്ന കാര്യത്തെ തീർക്കുന്നതിന് വേണ്ടി, അതിനെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ശനിദേവ് വക്രി അവസ്ഥയിൽ വരുന്നത്. 3ാമത്തെ ഹൗസിലാണ് ശനിദേവ് വക്രിയിൽ ഗോചരം ചെയ്യുന്നത്. 3ാമത്തെ ഹൗസ് എന്ന് പറയുന്നത് ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ, ഓൺലൈനിലായി വർക്ക് ചെയ്യുന്നതിൻ്റെ, സാഹസത്തിൻ്റെ, യാത്രയുടെ ഒക്കെയാണ്. ഈ സമയം നിങ്ങൾ കുറേ കാലമായി ഏതെങ്കിലും തരത്തിലുള്ള യാത്രകൾ ചെയ്യുവാൻ പ്ലാനിങ് ചെയ്തിട്ടും ഇതുവരെ അത് കഴിഞ്ഞിട്ടില്ല. ആ ആഗ്രഹം ഇതാ ഈ വക്രി അവസ്ഥയിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുവാൻ പോകുന്നു. നിങ്ങൾ ഇടയ്ക്ക് നിർത്തിവെച്ച കാര്യങ്ങൾ എന്തെങ്കിലും മുടങ്ങിക്കിടക്കുകയാണെങ്കിൽ ഇതാ ഈ സമയം അത് നിങ്ങൾക്ക് വീണ്ടും പുനരാരംഭിക്കുന്നതിനുള്ള സമയം. വീട്ടുപകരണങ്ങൾ വാങ്ങിക്കുന്നതിനും അത് റിപ്പയർ ചെയ്യുന്നതിനുമുള്ള സമയമാണ് ഈ സമയം. ലോങ് ട്രാവൽ, ഓൾറെഡി വിദേശത്ത് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഒരു ജോലിക്കും അതുപോലെ PR-നൊക്കെ അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് അതും കിട്ടുന്നതിനും സാധ്യതയാണ് ഇപ്പോൾ. തീർത്ഥാടനം പോലെയുള്ള യാത്രകൾ ഈ സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നടക്കും. എന്തായാലും ട്രാവലിംഗ് തീർച്ചയായിട്ടും നടക്കുന്നതാണ് ഈ സമയത്ത്. ശനിയുടെ ദൃഷ്ടി